ഹായ്, ലുലുമാളിനടുത്തുള്ള ഓബൈ താമര എന്ന് പറയുന്ന ഒരു ഹോട്ടൽ എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കും അല്ലേ? അതിൻ്റെ പേര് തന്നെ വളരെ യുണീക്കാണ്. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റി. നമുക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല, ഒരു 5 സ്റ്റാർ ഹോട്ടലിനകത്തുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്നൊക്കെ എനിക്കെന്തായാലും ആ ഒരു ക്യൂരിയോസിറ്റി ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കൂടെ ഷെയർ ചെയ്യാമെന്ന്. സോ നമുക്കിന്ന് കണ്ടിട്ട് വരാം അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും. ട്രിവാൻഡ്രം ബൈപ്പാസിൽ ലുലുമാളിൻ്റെ തൊട്ടടുത്താണ് ഈ ഓബൈ താമര. അത് ട്രിവാൻഡ്രത്ത് റേറ്റിംഗിൽ നമ്പർ 1 നിൽക്കുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. ഈ ഹോട്ടലിൻ്റെ റിവ്യൂ വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇത് ഒരു ലേഡി ഓൺടർപ്രണറായ ശ്രുതി ഷിബുലാലിൻ്റെയാണ്. ഇൻഫോസിസിൻ്റെ സ്ഥാപകരിൽ ഒരാളായ ഷിബുലാൽ സാറിൻ്റെ മകളാണ് ശ്രുതി. നമ്മൾ ആദ്യമായിട്ട് കയറി ചെല്ലുന്നത് തന്നെ ഇതുപോലൊരു വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള എന്നാൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള വളരെ സെറീനായിട്ടുള്ള ഒരു ലോബിയിലേക്കാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ആ ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നേച്ചറാണ് കേട്ടോ. വെരി കൂളാണ്, വെരി ഫ്രണ്ട്ലിയാണ്. ഇതൊക്കെയാണല്ലോ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സർവീസ്. ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. ഒരു നല്ലൊരു ഫോയറുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ചെറിയൊരു കോഫി ഷോപ്പാണ്. ഈ ടൈമിൽ അത് ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ നമുക്ക് കോഫി, ടീ, അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ അവൈലബിൾ ആണെന്ന് അവർ പറഞ്ഞു. ഇനി 4th ഫ്ലോർ തൊട്ടാണ് നമുക്ക് റൂംസ് അവൈലബിൾ ആയിട്ടുള്ളത്. 3rd ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഞാനിങ്ങനെ എല്ലാ സൗകര്യവും ആസ്വദിച്ചാണ് നടപ്പ്. ഈവൻ ലിഫ്റ്റിൽ വരെ ആ ഡിസൈനൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ ടോട്ടൽ 153 റൂംസ് ഉണ്ട്. ഡീലക്സ്, എലൈറ്റ്, പിന്നെ സ്യൂട്ട് റൂംസ്. ഞങ്ങൾ ചൂസ് ചെയ്തത് ഡീലക്സ് റൂമാണ്. എല്ലാ റൂംസും കാർഡ് ആക്സസ് ആണ്. പറഞ്ഞു വരുന്നത് സെക്യൂരിറ്റി സിസ്റ്റം പെർഫെക്റ്റ് ആണ്. അങ്ങനെയുള്ള ആവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള കോസി റൂമായിരുന്നു. എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റൂമിൻ്റെ വൺ സൈഡ് ഫുള്ള് ഗ്ലാസ് ആണ്. ഒരു വോളിന് പകരം ഗ്ലാസ് വോളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേർട്ടൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളിങ്ങനെ കാണാം. റൂമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ നല്ലൊരു വലിയൊരു വാർഡ്രോബ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് അയൺ ബോക്സ് വിത്ത് ബോർഡ് തന്നെ ഉണ്ട്. പിന്നെ ഒരു സേഫ് ലോക്കർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാസ്വേഡ് ലോക്കാണ്. സോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വാല്യൂബിൾസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഓർത്ത് നമുക്ക് ഒട്ടും ടെൻഷൻ വേണ്ട. പിന്നെ ബാത്റൂം ആസ് യൂഷ്വൽ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ സ്പിക്ക് ആൻഡ് സ്പാൻ ക്ലീൻ ആയിരുന്നു. പിന്നെ നല്ലൊരു വലിയൊരു മിററുണ്ട്, ഷേവിങ് മിറർ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് കണ്ടോ, വളരെ എക്കോ ഫ്രണ്ട്ലി ആണ്. അവരൊട്ടും പ്ലാസ്റ്റിക്കേ ഉപയോഗിച്ചിട്ടില്ല. എല്ലാം നാച്ചുറൽ സാധനങ്ങളാണ്. ഷവറിന് ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെ നൽകിയിട്ടുണ്ട്. സോ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ബാത്റൂം നല്ല ഡ്രൈ ആയിട്ടിരിക്കും. സ്ലൈഡിങ് ഡോർസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഇത് റൂമിൽ നമുക്ക് ഒരു വളരെ വലിയ ഒരു ഡബിൾ ബെഡാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സോഫ എക്സ്ട്രാ ഉണ്ട്. പിന്നെ ഒരു ഓഫീസ് ചെയറുണ്ട്. നമുക്ക് എന്തെങ്കിലും ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിലൊക്കെ അതിനുള്ള ഫെസിലിറ്റി എല്ലാം തന്നിട്ടുണ്ട്. ലൈറ്റിംഗ് ഒക്കെ നല്ല രസമായിരുന്നു. നല്ല വോം ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ കൂടുതൽ സമയം ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ നിന്നിങ്ങനെ നോക്കുക. ഇതിൻ്റെ ലൊക്കേഷൻ ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. എയർപോർട്ടിൻ്റെയൊക്കെ തൊട്ടടുത്താണ്. ലുലുമാളിൻ്റെയും വളരെ തൊട്ടടുത്താണ്. പിന്നെ ഈ ഹോട്ടലിന് ഇങ്ങനെ എടുത്ത് പറയാനായിട്ട് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ നമ്മൾ ഈ റിസോർട്ടിലൊക്കെ കാണുന്ന നമുക്ക് പുറത്ത് ഔട്ട്സൈഡ് ഒരു പ്രോപ്പർട്ടി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അകത്തുള്ള നമ്മുടെ ഫെസിലിറ്റീസ് മാക്സിമം എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ റൂമിലെ ടേബിളിൽ നാടനായിട്ടുള്ള സ്നാക്സ്, ചിപ്സ്, മുറുക്ക് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം പേപ്പർ പാക്കിംഗ് ആണ്. ഇവിടെ പ്ലാസ്റ്റിക്കേ ഞാൻ കണ്ടില്ല. ബോട്ടിൽസ് പോലും ഗ്ലാസ് ബോട്ടിൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹോട്ടലിൽ പോയാലെങ്കിലും ജോലി ഉണ്ടാന്ന് വിചാരിച്ചാൽ നടക്കൂല. നമ്മൾ തന്നെ അവിടെയും ചായ ഇടണം. 3rd ഫ്ലോറിൽ നിന്ന് ഈവനിങ് ആ ഒരു ടൈമിൽ പൂളിൻ്റെ വ്യൂ ആട്ടോ, രസമുണ്ട്. പൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ എക്സ്പ്ലോർ ചെയ്യാൻ. ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടാണ് വന്നത്. ഒരു സൂപ്പറായിട്ടുള്ള ജിം, ഒരുവിധം എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വേണ്ട എന്നുവെച്ചാൽ വലിയൊരു ഹൈഫൈ പ്രതീക്ഷിക്കരുത്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും തന്നെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു ജിമ്മിലുണ്ടായിരുന്നു. പക്ഷേ ഒരു മഞ്ചക്കുഞ്ഞിനെ പോലും ഞാനവിടെ കണ്ടില്ല. ഈ കുഞ്ഞ് എൻ്റെ കൂടെ വന്നു തന്നെയാണ്, എൻ്റെ ഹസ്ബൻഡാണ്, അല്ലാണ്ട് വേറെ ആരെയും കണ്ടില്ല. എന്താണെങ്കിലും ആരുമില്ലാത്തത് എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇതിൻ്റെ അകത്തുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും കുറേ നേരം നന്നായിട്ട് ഉപയോഗിച്ചു. എനിക്ക് എന്നെപ്പറ്റി തന്നെ നല്ല അഭിമാനം തോന്നി. ഇതിലെല്ലാം കിടന്ന് ചാടി മറിഞ്ഞ് വയറ്റിലുള്ള എല്ലാം ദഹിപ്പിച്ചിട്ട് ഒരു ആനയെ പിടിച്ച് തിന്നാനുള്ള വിശപ്പോടെ വേണം എനിക്കിന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ. എൻ്റെ ഈ ഗൂഢമായ ലക്ഷ്യം മനസ്സിലാക്കിയിട്ടാണോ എന്തോ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു മതി മതി മതിയെന്ന്. എവിടെ, ഞാൻ നിർത്തുമോ? ഈ ഹോട്ടലിൻ്റെ 3rd ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ്. അമേസിങ് ആംബിയൻസ്, അമേസിങ്.
ഈവനിങ് ടൈം എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർബായിരുന്നു. അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഒരു സൈഡിൽ ലോൺ, പൂള്, ഒരു സൈഡിൽ ഫൗണ്ടൻ, അതിൻ്റെ അപ്പുറത്ത് ഒരു റെസ്റ്റോറൻറ്റ്. എന്താ കോമ്പിനേഷൻ! ഒരു സന്ധ്യയൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഭയങ്കര രസമാണ്. ആ ഒരു സൺസെറ്റൊക്കെ ഇവിടെ നിന്നിങ്ങനെ കാണാനായിട്ടൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. കുറച്ച് താഴേക്ക് നോക്കിയാൽ നിറച്ച് വണ്ടികൾ, നിറച്ച് ആളുകൾ, ലുലു മാളിലേക്ക് പോകാനുള്ള ആളുകളുടെ തിരക്ക്. ഇത് പൂളിൽ നിന്നുള്ള വ്യൂ ആണ്. പൂളിൽ നിന്ന് നമ്മുടെ റൂംസാണ് ഈ കാണുന്നത് മുഴുവനും. 4th ഫ്ലോർ തൊട്ട് റൂംസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പൂളും റെസ്റ്റോറൻറ്റൊക്കെ 3rd ഫ്ലോറാണ്. എനിവേ ഞങ്ങൾ പോയ ദിവസം ഒത്തിരി റഷൊന്നുമില്ല കേട്ടോ. പൂളിലാണെങ്കിൽ തന്നെയും വളരെ മാനേജബിൾ ആയിട്ടുള്ള ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി. ആ എന്ന് കാണുന്നതാണ് അവരുടെ ആ ലോഗോ, ഓ ബൈ താമര. രാത്രിയായപ്പം ആ ലൈറ്റിംഗ് എല്ലാം കൂടി ഇങ്ങനെ വന്നപ്പോഴേക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയും ഒരു രസവുമായിരുന്നു ആ പൂളിൻ്റെ ആ ഒരു ആംബിയൻസ്. ഇത് പൂളിൽ കിടന്നുകൊണ്ടെടുത്തൊരു വീഡിയോ. എൻ്റെ സൈഡിൽ ആ റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ പോകുന്ന കാണാനും ഭയങ്കര രസമായിരുന്നു. ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലേ, അത് നേരിട്ട് അനുഭവിക്കുക തന്നെ വേണം. ഈ പൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റ്. അപ്പം പൂളിൽ നിന്ന് കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പേസായ റെസ്റ്റോറൻറ്റിലേക്ക്. നൈറ്റിൽ നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റ്. അതുകൊണ്ട് എനിക്ക് ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ബുഫയാണ് ചൂസ് ചെയ്തത്. ഒരു രക്ഷയില്ലാത്ത സ്പ്രെഡായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോഴും എന്ത് ക്രൗഡഡാണെന്നറിയാമോ? നമുക്ക് ശരിക്കും പറഞ്ഞിട്ട് വേണ്ടത് ഇപ്പോൾ നൈറ്റ് ലൈഫൊക്കെ നല്ല ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ലുലുമാളിൻ്റെ ആ സൈഡിലൊക്കെ. രാവിലത്തെ ആ ഒരു വെളിച്ചത്തിൽ പൂള് കാണാൻ എന്ത് ഭംഗിയല്ലേ. അവർ കണ്ടോ, ഇതിൽ സോളാർ പാനൽസ് ഉപയോഗിക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ റൂഫിലൊക്കെ ഫുൾ സോളാർ പാനലാണ്. റെസ്റ്റോറൻറ്റ് എൻട്രൻസിൽ ചാക്കണക്കിന് ഇന്ത്യൻ സ്പൈസസ് ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ അടുക്കളയിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് മടുത്തുകൊണ്ട് ഞാനങ്ങോട്ട് നോക്കാനേ പോയില്ല. ജസ്റ്റ് കിഡിങ് കേട്ടോ, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഇതാണ് ഓബേ താമരയുടെ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. വലിയ റഷൊന്നുമില്ല. എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി. വട, ഇഡ്ഡലി, സാമ്പാർ, ചട്നി തുടങ്ങി എല്ലാ വെറൈറ്റീസും ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കടൽ പോലെ കിടക്കുവാണ്. കള്ളപ്പം, അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള വെജ് സ്റ്റൂ ഉണ്ട്, ചിക്കൻ സ്റ്റൂ ഉണ്ട്, അതുപോലെ തന്നെ ബേക്ക്ഡ് പൊട്ടറ്റോസ് ഉണ്ട്, സേമിയ ഉപ്മാ ഉണ്ട്, പിന്നെ ചന ഭട്ടൂര, പിന്നെ ആലു പറാട്ട, സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ്, ഇല്ലാത്ത ഒന്നുമില്ല. ബേക്ക്ഡ് പൊട്ടറ്റോസ്, അതുപോലെ തന്നെ ചിക്കൻ സോസേജസ്. എന്താ പറയുക, അവിടെ ഇപ്പോൾ ബോർഡ് മാറ്റി കേട്ടോ വെച്ചിരുന്നത്, അത് ഞാൻ കാണിച്ച്. ചിക്കൻ കുറുമയുണ്ട്, പിന്നെന്താ ബോയിൽഡ് എഗ്സ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ, അതുപോലെ തന്നെ ഫെർമെൻറ്റഡ് ഫ്രൂട്ട്സ് ഉണ്ട്, ഫെർമെൻറ്റഡ് വെജിറ്റബിൾസ് ഉണ്ട്, സ്പ്രൗട്ട്സ് ഉണ്ട്, ഇഷ്ടം പോലെ നട്ട്സ് ഉണ്ട്, പിന്നെ ഇതെന്ന് പറയുന്ന ബ്രെഡ് ഐറ്റംസും, പിന്നെ കുക്കീസ് ഉണ്ട്, ഇഷ്ടം പോലെ കേക്ക്സ് ഉണ്ട്, പിന്നെ ഇഷ്ടം പോലെ ഫ്രഷ് ജ്യൂസസ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രഷ് ജ്യൂസസ് ഉണ്ട്, ആൽമണ്ട് മിൽക്ക് ഉണ്ട്, സീരിയൽസ് ഉണ്ട്, കോൺഫ്ലേക്സ് ഉണ്ട്, പിന്നെന്താ ഇതാണ് ഏറ്റവും രസം, പഴങ്കഞ്ഞി, കടുമാങ്ങ അച്ചാർ, ചമ്മന്തിയുടെയൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നട്ട്സ് ഉണ്ട്, ആൽമണ്ട്സ്, പീനട്ട്സ്, ബോയിൽഡ് എഗ്സ്, സോസേജസ്, പിന്നെ സമൂസ, ഇത് ബീട്രൂട്ട് ഹൽവ, പിന്നെ പഴം പുഴുങ്ങിയത്, കപ്പ, ചമ്മന്തി എല്ലാം ഉണ്ട്. ഇത് ലൈവാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ അപ്പം തന്നെ ദോശ ഇതൊക്കെ ഉണ്ടാക്കി തരും. റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ലോണ്, പിന്നെ ഫൗണ്ടൻ, ഇതൊക്കെ. ഞാൻ ആദ്യമായിട്ട് ചൂസ് ചെയ്തത് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ്. കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, ബ്രെഡ് ആൻഡ് ജാം, പിന്നെ കുറച്ച് സോസേജസ്, കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസ്. നന്നായി നല്ല കാര്യങ്ങളിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇനി സമയമുണ്ടല്ലോ, വളരെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻത്ത് റേസ് ആണല്ലോ. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗീ റോസ്റ്റ് ഞാൻ അപ്പോൾ ലൈവായിട്ട് പറഞ്ഞ് ചുട്ടെടുത്തത്. ഇത് കള്ളപ്പം, സ്റ്റൂ, പിന്നെ ആലു പൊറോട്ട, ചന. ഈ ബീട്രൂട്ട് ഹൽവ എനിക്ക് എത്ര കഴിച്ചിട്ടും മതിയായില്ല. അവിടെ പോകണമെങ്കിൽ നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓംലെറ്റ്സ് കിട്ടും കേട്ടോ, ലൈവായിട്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതൊരു ചീസ് ഓംലെറ്റ് ആണ്, കൂടെ ഒരു ഗ്രിൽഡ് ടൊമാറ്റോ കൂടെ ഉണ്ട്. പിന്നെ അവിടെ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹണി വെച്ചിരുന്നത്, ജിഞ്ചർ ഹണി, കോഫി ഹണി, മാംഗോ ഹണിയൊക്കെ. പിന്നെ ഇത് ആൽമണ്ട് മിൽക്കാണ്. അത് നമ്മൾ പറഞ്ഞാൽ അവർ അപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് തരും. ഏറ്റവും അവസാനം ഞാൻ ട്രൈ ചെയ്തത് പഴങ്കഞ്ഞി, ചമ്മന്തി, ചുട്ടപ്പപ്പടം. സത്യം പറയട്ടെ, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇനി അടുത്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ഇവിടുത്തെ സ്പാ സെൻ്ററാണ്. എലിവേഷൻ സ്പാ വളരെ ഫേമസ് ആണ്. പോകുന്ന വഴിക്കൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ്, ഓയിൽ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. രസമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെയിൻറ്റിങ്ങാണിത്.
സ്പായിലേക്ക് കടക്കും മുമ്പുള്ള ഒരു റിലാക്സേഷൻ റൂമാണിത്. ഇവിടെ ധാരാളം റിക്ലൈനേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. നെക്സ്റ്റ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു സംഭവമാണ് ഇവിടുത്തെ സ്റ്റീം റൂമും സോന ബാത്തും. സ്റ്റീം ബാത്തും സോന ബാത്തും ഇത് രണ്ടും നമ്മുടെ ശരീരം ഡീടോക്സിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല 2 മെത്തേഡാണ്. ഒന്ന് സ്റ്റീമാണ് ഉപയോഗിക്കുന്നത്, ഒന്ന് സോന മീൻസ് നല്ല ഹൈ ഹീറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് സ്റ്റീം റൂം. ഇത് നിറച്ച് ആ റൂം അങ്ങ് നിറച്ച് സ്റ്റീമാവും. അപ്പം നമ്മുടെ നന്നായിട്ട് വേർത്തിട്ട് നമ്മുടെ ബോഡിക്കകത്തുള്ള ടോക്സിൻസ് എല്ലാം പുറത്തു പോകും. സ്റ്റീം ബാത്തും സോന ബാത്തും കഴിഞ്ഞിട്ട് ഞാനിവിടെ എൻജോയ് ചെയ്ത മറ്റൊരു സംഭവമാണ് ജാക്യുസി. ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ ഇതിൻ്റെ ഒരു ലക്ഷറി എൻജോയ് ചെയ്യുന്നത് ഞാൻ ഇത് ആദ്യമായിട്ടാണ്. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. റൂമിൽ ബാത്റൂമിൽ ബാത്ത് ടബ് ഇല്ലാത്തതിൻ്റെ കുറവ് ഞാൻ ഇവിടെ അങ്ങ് നികത്തി. അങ്ങനെ ഓൾ ടുഗദർ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഓബൈ താമരയിലെ സ്റ്റേ. എന്നാലും എനിക്ക് ശ്രുതി മാമിനോട് ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു ഹമ്പിൾ സജഷനാണ് ഓബൈ താമര എന്നുള്ള ആ ഒരു പേര് അനർത്ഥമാക്കാൻ, കുറച്ചുകൂടെ മീനിങ് ഫുൾ ആക്കാനായിട്ട് ഈ ഫ്രണ്ട് പോർഷനിൽ കാണുന്ന ഈ ഒരു ഏരിയയിൽ ഒരു നല്ലൊരു ലോട്ടസ് പോണ്ട് കൂടെ ആഡ് ചെയ്താൽ അതിമനോഹരമായിരിക്കും. ഇവിടെ നല്ല വെയിലുണ്ട്, നിറയെ പൂക്കളുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ലോട്ടസിൻ്റെ കൂടുതൽ പെയിൻറ്റിങ്സ് നിങ്ങൾക്ക് ഇൻഡോഴ്സിലും റൂംസിലൊക്കെ റെസ്റ്റോറൻറ്റ്സിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേയുടെ മെമ്മറീസുമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.